വെൽക്കം ബാക്ക് ടു വീഡിയോ. എൻ്റെ വീഡിയോ ഓക്കെ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ആർക്ക്? നിധി ഞങ്ങളുടെ ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങൾ അവളുടെ ബർത്ത്ഡേ ആണ് നാളെ. നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അതിഭീകരമായ പ്ലാനിങ്ങോടെ ഇറങ്ങിയിരിക്കുകയാണ്. അവളെ നൈസിൽ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വിട്ടിട്ട് നിങ്ങളിപ്പോൾ സാധനങ്ങളൊക്കെ മെട്രോയിൽ അവള് കയറി പോകും. അതെ അതിൽ പോകുന്നുണ്ട്. കുട്ടിക്ക് ജസ്റ്റിസ് ഹൗസിലൊക്കെ പോകണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ചെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? ഇല്ല, അവൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഇല്ല. പക്ഷെ അവൾക്ക് ബർത്ത്ഡേയുടെ കാര്യം നല്ല ഓർമ്മയുണ്ട്. നാളെ അവളുടെ ബർത്ത്ഡേ ആണ് സംഭവമൊക്കെ. പ്രതീക്ഷിക്കത്തില്ല സർപ്രൈസ് കൊടുക്കും. ഗൈസ്, നമ്മൾ സക്സസ്ഫുള്ളി എവിടെ എത്തിയിരിക്കുന്നു? നമ്മൾ സ്റ്റേഷൻ സ്ക്വയറിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് തെണ്ടി തിരിഞ്ഞ് സാധനങ്ങൾ മേടിക്കാം. എന്തൊക്കെ മേടിക്കേണ്ടതെന്ന് വല്ല ബോധമുണ്ടോ? ഉണ്ട്. ആദ്യം നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനം മേടിക്കാനാണ്. കാരണം അത് കുറച്ചും കൂടി അങ്ങ് നടക്കണം. അപ്പം നമുക്ക് അത് അവിടുന്ന് ആദ്യം പോയി. നിധി, നീ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എഫേർട്ട് കാണണം. അതെ, നടക്കുന്നുണ്ടെന്ന് അറിയൂടി. ഞങ്ങളുടെ എഫേർട്ട് നീ കാണും. നിന്നെ കൂടി വീഡിയോ ഞങ്ങൾ കാണിപ്പിക്കും. അത് വേറെ സത്യം. നീ കണ്ടില്ലെങ്കിലും അതെ, അപ്പോൾ നീ കാണണം ഞങ്ങളുടെ എഫേർട്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ഷെയർ ചെയ്ത് വരും. അതിനുവേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യും? കാണിപ്പിക്കും. എഫേർട്ട് കാണിക്കാൻ വേണ്ടി. ഓക്കെ, നമ്മൾ മേടിക്കാൻ പോകുന്ന സാധനങ്ങൾ കേക്ക് വാങ്ങിക്കണം, ഡെക്കറേറ്റ് ഐറ്റംസ് വാങ്ങിക്കണം, ഗിഫ്റ്റ് വാങ്ങിക്കണം. അതിൻ്റെ ചാനലിൽ അത് പറയും. ഓക്കെ അപ്പോൾ നമുക്ക് അത്രയും സാധനം മേടിക്കാനുള്ളത്. ഫസ്റ്റ് നമുക്ക് എന്ത് മേടിക്കാം? ഡെക്കറേഷൻ മേടിക്കാം. ലാസ്റ്റ് കേക്ക് വാങ്ങിക്കാം. കേക്ക് അവിടെ നിന്ന് മേടിക്കാൻ തീരുമാനിച്ചോ? മാർച്ചാണല്ലോ. ഓക്കെ, വേറെ നല്ല കേക്കിന് നല്ല അടിപൊളി സ്പോട്ട് ഉണ്ട് ഇവിടെ. പക്ഷേ അത് കുറച്ചും കൂടി ലോങ് ആണെന്ന്, മീൻസ് പോവാൻ നമുക്കിപ്പോൾ ടൈം ഉണ്ടാവുമെന്ന് അറിയില്ല. അതാണ് സംഭവം. അപ്പോൾ നമുക്കിനി മേടിക്കുമ്പോൾ കാണാം. അതെ, നമ്മൾ എവിടെയാണ് പോകുന്നത്? നമ്മൾ എന്താ പറയുക, കാരിഫോറിൽ പോകാൻ നിൽക്കുവാണ്. അല്ല, ആക്ച്വലി നമ്മളിവിടെ എന്തിനാണ് വന്നത്? ഫസ്റ്റ് നമ്മൾ ഡ്രസ്സ് നോക്കാൻ വന്നു അവൾക്ക് വേണ്ടി. ഞാനല്ല, ചേച്ചിയാണ് എടുക്കാൻ വന്നത്. അത് വേറെ സത്യം. അതിവിദഗ്ധമായി കാലിഫോർണിയയിൽ നിന്ന് ഒന്നും കിട്ടിയില്ല. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നോർത്ത് ടൊയോട്ട സ്റ്റേഷൻ സ്ക്വയർ. ഇനി ഇവിടുന്ന് വല്ലതും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് പോകാവൂ. കാരണം സമയമില്ല. സമയമില്ല നമുക്ക്. ഗൈസ്, ഞങ്ങൾ ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം മേടിച്ചു. പക്ഷെ സമയത്തിൻ്റെ പരിമിതി കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ വീട്ടിൽ ചെന്ന് കഥ അടച്ച് എല്ലാം കാണിച്ചു തരുന്നതായിരിക്കും അല്ലേ ചേച്ചി? സോ നമ്മളിനി അടുത്തത് ഡെക്കറേഷൻ എല്ലാം മേടിച്ച് ഇനി നമുക്ക് കേക്ക് വാങ്ങിക്കണം, ഗിഫ്റ്റ് വാങ്ങിക്കണം, ഡ്രസ്സ് വാങ്ങിക്കണം. ഡ്രസ്സ് അവളുടെ അമ്മ പറഞ്ഞിട്ടാട്ടോ. അവളുടെ അമ്മയുടെ വകയാണ് നമ്മൾ ഡ്രസ്സ് എടുക്കുന്നത്. അപ്പോൾ അതും എടുക്കണം. അവൾക്കിപ്പോൾ നല്ല ഡൗട്ട് അടിച്ച് കാണും. കാരണം ജസ്റ്റിസ് ഹൗസിൽ പോകാനാണ് ഇത്രയും സമയം. സോ ഗൈസ്, നമ്മൾ സാധനമൊക്കെ മേടിച്ചിട്ട് വന്നു. പക്ഷേ ലാസ്റ്റായപ്പോൾ ഭയങ്കര റഷായി, കടയൊക്കെ അടയ്ക്കാനായപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് മേടിച്ചപ്പോഴത്തേക്കിനും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല ലേറ്റായി വന്നപ്പോൾ ഒരു 3 മണിക്ക് പോയിട്ട് ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര വിദഗ്ധമായി കേക്കൊക്കെ അകത്ത് കയറ്റിയിട്ടുണ്ട്. സോ നമ്മൾ സിനിമയ്ക്ക് പോകുന്നത് 12 മണിക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങും. അപ്പം ഞാനും അവളും ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടോടാണ് പോകുന്നത്. ഇപ്പോൾ കിച്ചണിൽ വന്നിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ പോകുന്നത്. ചേച്ചിയും വേറൊരു ഫ്രണ്ടും ഉണ്ട്. അവരാണെല്ലാം സെറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ പോകുന്ന സമയത്തെല്ലാം സെറ്റ് ചെയ്യും. തിരിച്ച് വരുമ്പോൾ സർപ്രൈസ് കൊടുക്കും. അവളെ കേൾക്കും. അതുകൊണ്ടാണ് പതുക്കെ പറയുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതാണ് പ്ലാൻ. ഞങ്ങൾ കേക്ക് മേടിച്ചു, ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് മേടിച്ചു. പിന്നെ എൻ്റെയും ചേച്ചിയുടെയും വക ഗിഫ്റ്റ് മേടിച്ചു. ഗിഫ്റ്റ് എന്ന് വെച്ചാൽ അവൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള അങ്ങനെ കൈൻഡ് ഓഫ് സാധനമാണ് മേടിച്ചത്. പിന്നെ അവരുടെ അമ്മയുടെ വക ഡ്രസ്സ് മേടിച്ചു. അവരുടെ അമ്മയാണ് നമ്മളെല്ലാം മാസ്റ്റർ പ്ലാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും സർപ്രൈസ് ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ ചേച്ചി എടുക്കുമ്പോൾ അതും കൂടെ ഞാൻ ആഡ് ചെയ്യാം. എന്നിട്ട് പിന്നെ നമുക്ക് സർപ്രൈസ് കൊടുക്കുന്ന കാണാം. അവളെ സർപ്രൈസ് ആവുന്നതാണ് വിചാരം. കാരണം അവളങ്ങനെ ഒത്തിരി
എക്സ്പ്രസീവായിട്ടുള്ള ഒരാളല്ല. അപ്പോൾ വലിയ എക്സ്പ്രഷനൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ആകുമായിരിക്കും. അപ്പോൾ പുള്ളിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. കാരണം ഞങ്ങൾ മുമ്പ് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞ് ചിലവ് തരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ ഞങ്ങളോട് ചോദിച്ചു ഇവിടെ എവിടെയെങ്കിലും കേക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ മീൻസ് ഒരിതുമില്ലാതാണ്, അവൾക്കൊരു ഇതുമില്ല ഞങ്ങൾ കൊടുക്കുമെന്ന്. അപ്പോൾ ഞങ്ങൾ സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ചോക്ലേറ്റും ഞാൻ ജസ്റ്റ് ഒരു ഇയറിങ്ങും മേടിച്ചു. അത് ജസ്റ്റ് ഗിഫ്റ്റായിട്ട് കൊടുക്കുക വിഷ് ചെയ്തിട്ട്. അപ്പോൾ അവൾ വിചാരിക്കും അതേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലയെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്ലാൻ ചെയ്തുപോലെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുമായി ഞങ്ങൾ ദൃശ്യമാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി എന്തായാലും വന്നിട്ട് കാണാം. ഇത് ഞാൻ കാണിക്കാം. ഇത് കാണിക്കും, പൂജ കാണിക്കും. ഇവൾ എനിക്കെന്തേ പ്രിയങ്കരി, ഓ നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരി. നിധി പ്രതീക്ഷിച്ചിരുന്നോ? എന്താ പ്രതീക്ഷിക്കാഞ്ഞേ? ഞാൻ ലൈക്ക് നിങ്ങൾ സ്മോളായിട്ടോ ലൈക്ക് കൊച്ചു ഗിഫ്റ്റ് വല്ലതും അങ്ങനെ ഞങ്ങൾ തന്നില്ലേ അപ്പോഴും ഞാൻ അത് അത്രേ ഉള്ളൂ എന്ന് വിചാരിച്ചു. അതെ വിചാരിക്കാനോ. ഇവൾ എനിക്കെന്തേ പ്രിയങ്കരി, ഓ നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരി. ഇല്ല ചുണ്ടിലോ മൽക്കുളിര് കനവിലോ അരമണിക്കൂറോട് കഴിഞ്ഞിട്ട് ഇന്നലെയോളം കേട്ടില്ല ഞാൻ ഈ പൂന്തേൻ ചിന്ത്. ഇവൾ എനിക്കെന്തേ പ്രിയങ്കരി, ഇവൾ എനിക്കെന്തേ പ്രിയങ്കരി, ഓ നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരി. പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരോ മൽക്കുഞ്ചിൽ കുളിര് കനവിലോ മൽക്കുളിര്. ഇന്നലെയോളം കേട്ടില്ല ഞാൻ ഈ പൂന്തേൻ ചിന്ത്. ഇവൾ എനിക്കെന്തേ പ്രിയങ്കരി, ഇവൾ എനിക്കെന്തേ പ്രിയങ്കരി, ഓ നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരി. പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരോ മൽക്കുഞ്ചൽ കുളിര് കനവ്